പുതിയ ട്രാൻസ്ഫർ റൂമേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു മല്ലു ഫുട്ബോൾ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നമുക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഒരു റൂമർ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ബെൻഫിക്കയുടെ പോർച്ചുഗീസ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള യാവോ നെവസിനെ ടീമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി യുണൈറ്റഡ് ശ്രമിക്കുന്നു എന്നുള്ള വാർത്തയാണ് പല സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെയും ഇപ്പൊ പുറത്തേക്ക് വരുന്നത്. ഇപ്പൊ നെവസിന്റെ റിലീസ് ക്ലോസ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. 120 മില്യൺ അടുത്തുള്ള ഒരു റിലീസ് ക്ലോസ് ആണ് ബെൻഫിക്ക പുള്ളിയുടെ മേൽ കോൺട്രാക്റ്റിൽ വെച്ചിട്ടുള്ളത്. യുണൈറ്റഡിന്റെ കാര്യം നമുക്കറിയാം, വലിയൊരു സ്പെൻഡിങ് ഒന്നും ഈ ജൂലൈ 1 ശേഷം നടത്താനുള്ള FFP റൂള് പ്രകാരമുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ എന്തായാലും സെല് ചെയ്തുകൊണ്ട് കൂടുതൽ റവന്യൂ ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ്. നമുക്കറിയാം കസമിറ എന്തായാലും അടുത്ത സീസൺ കളിക്കുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇപ്പൊ പുള്ളി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സാൻചോയെ സെല് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി പൈസ റൈസ് ചെയ്യാൻ യുണൈറ്റഡിന് സാധിക്കും. ഒരു ഫ്യൂച്ചർ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു മിഡ്ഫീൽഡറാണ്. എനിക്ക് തോന്നുന്നു കസമിറോയുടെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള റീപ്ലേസ്മെന്റ് ആയിരിക്കും പുള്ളി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. അതിനിടയ്ക്ക് ബെർണാഡോ സിൽവ പുള്ളിയെ കാൻവാസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. സിറ്റി ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ ടാർഗറ്റ് എന്നൊക്കെ പുള്ളി പറയുന്നതായി നമ്മൾ കേൾക്കുന്നു. അപ്പൊ മറ്റൊരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് വരുന്നത് ബയേൺ മ്യൂണിച്ചിന്റെ സൈഡിൽ നിന്നാണ്. നമുക്കറിയാം അൽഫോൺസോ ഡേവിസ് റയലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്താണ് എംബാപ്പിയെ വലിയൊരു പൈസ കൊടുത്തിട്ട് റയൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ബയേൺ എക്സ്പെക്ട് ചെയ്യുന്നത് 50 മില്യൺ അടുത്തുള്ള ഒരു തുക തന്നെയാണ്. പക്ഷെ ഇത്രയും പൈസ കൊടുക്കൂ എന്നുള്ള കാര്യം നമുക്കിപ്പോൾ അറിയില്ല. അതിനിടയ്ക്ക് ബയേൺ പുതിയൊരു കോൺട്രാക്ട് പ്രോസ്പെക്റ്റ് ഒക്കെ പുള്ളിക്ക് കൊടുത്തു എന്നുള്ള വാർത്തയുണ്ട്. ഇപ്പോ ബോൾ അൽഫോൺസ് ഡേവിസിന്റെ കയ്യിലാണ്. പുള്ളിക്ക് വേണമെങ്കിൽ ബയേൺ തന്നെ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ പൈസ കുറച്ച് നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ട് റയലിലേക്ക് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമുക്ക് ഇനിയും വെയിറ്റ് ചെയ്യേണ്ടി വരും. മറ്റൊരു വാർത്ത വരുന്നത് ആർസണലിന്റെ സൈഡിൽ നിന്നാണ്. ആർസണൽ ജിറോണയുടെ സൂപ്പർ സ്റ്റാർ വിങ്ങർ ആയിട്ടുള്ള വിക്ടർ സിഗ്നോവ് പുള്ളിയെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് കാണിക്കുന്നു എന്നുള്ള വാർത്ത സൺ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം സൺ ഒരു TF4 TF5 രീതിയിലുള്ള ന്യൂസ് ഔട്ട്ലെറ്റ് ആണ്. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ബിലീവ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു റൂമർ മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആർസണലിന് കാര്യമായിട്ട് വിങ്ങറുടെ രീതിയിലുള്ള പ്ലേയേഴ്സ് ഉണ്ട്. എന്നിരുന്നാലും ചിലപ്പോൾ പുള്ളിയുടെ റിലീസ് ക്ലോസ് ആയിട്ടുള്ള 30 മില്യൺ കൊടുത്തിട്ട് സൈൻ ചെയ്യാനുള്ള ചാൻസ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഉക്രൈനു വേണ്ടി കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. ഒരു കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ജിറോണയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചിട്ടുണ്ട്. ഇപ്പൊ ലെഫ്റ്റ് വിങ്ങിൽ ആർസണൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ആ ഒരു ബാക്കപ്പിനായിട്ട് ആർടെറ്റ പുള്ളിയെ സൈൻ ചെയ്യുമെന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. മറ്റൊരു ന്യൂസ് വരുന്നത് സ്പേഴ്സിന്റെ സൈഡിൽ നിന്നാണ്. സ്പേഴ്സിന് ഒരു സ്ട്രൈക്കർ വന്നേ പറ്റൂ. റിച്ചാർഡ്സന്റെ പെർഫോമൻസ് കഴിഞ്ഞ സീസൺ നമ്മൾ കണ്ടതാണ്. പുള്ളി ഹാഫ് ഓഫ് ദ സീസൺ ഇഞ്ചുർഡ് ആയിരുന്നു. ഇഞ്ചുറി കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടും വലിയൊരു പെർഫോമൻസ് ഒന്നും പുള്ളി കാഴ്ച വെച്ചിട്ടുമില്ല. ഇപ്പൊ കെയ്ൻ പോയതിനു ശേഷം നമുക്ക് സ്ട്രൈക്കർ ഒരു പ്രശ്നം തന്നെയായിരുന്നു. അതിനിടയ്ക്ക് പല ആൾക്കാരെയും സ്ട്രൈക്കറായിട്ടൊക്കെ പരീക്ഷിച്ചു. അത് വേണ്ട രീതിയിൽ വർക്കൗട്ട് ആയില്ല. ഐവിൻ ടോണിയെ 40 മില്യൺ കൊടുത്തിട്ട് സ്പേഴ്സിലേക്ക് സൈൻ ചെയ്യാൻ പോകുന്നു എന്നുള്ള റൂമർ കേൾക്കുന്നുണ്ട്. ഐവിൻ ടോണിക്ക് ആർസണലിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ലാസ്റ്റ് സീസൺ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഇൻട്രസ്റ്റ് ഇപ്പോൾ കൂൾ ഡൗൺ ചെയ്തു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു ടാർഗറ്റ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. പക്ഷേ പുള്ളിക്ക് ചെറിയ ആറ്റിറ്റ്യൂഡ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ബെറ്റിങ്ങിൽ ഇൻവോൾവ് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇത് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട് ആൻഡ് ഔട്ട് സ്ട്രൈക്കർ എന്ന രീതിയിൽ പുള്ളി നല്ലൊരു പെർഫോമൻസ് പുള്ളിയുടെ കരിയറിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഇമ്പ്രൂവ്മെന്റ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കാണുന്നുണ്ട്. എന്തായാലും സ്പേഴ്സ് ഒരു സ്ട്രൈക്കറെ സൈൻ ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.